ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, ഓണം എക്സാമും കഴിഞ്ഞു. രണ്ടും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ. നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് പോലെ ആയിട്ടുണ്ടാവും ജീവിതം. ഇനിയിപ്പോ ക്രിസ്മസ് എക്സാമിന് അത്യാവശ്യം ഒരു മാർക്ക് വാങ്ങിയവരാണെങ്കിൽ അത് വെച്ചിട്ട് ഫൈനൽ എക്സാം അടിപൊളിയാക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ എൻ്റെ മക്കള് ഫൈനൽ എക്സാമിന്റെ വെയിറ്റേജ് കണ്ടിട്ടുണ്ടോ? ചാപ്റ്റർ വെയിറ്റേജ് എങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് അറിയോ? ഇതുപോലെയാണ് നിങ്ങളുടെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നമ്മളുടെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ വരെയായിരുന്നു അല്ലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ 6ാമത്തെ ചാപ്റ്റർ വരെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുന്നത് എത്ര മാർക്കിനാണെന്നൊന്ന് നോക്കി നോക്ക്. ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളിൽ നിന്ന് 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. 2 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂടാ. ഇനി നോക്ക്, അടുത്ത് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ്, 2 3 മാർക്കിന്റെ മാത്രമേ ചോദിക്കുള്ളൂ. 2 to 3 മാർക്കാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അടുത്ത് നോക്ക്, പോളിഗൺസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും 2 to 3 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നോക്ക്, ഐഡന്റിറ്റീസ് എടുക്കുകയാണെങ്കിൽ 3 to 4 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് മണി മാത്സ് അല്ലെങ്കിൽ പണവിനിമയത്തിൽ നിന്ന് ചെറിയൊരു മാർക്കിന് ചോദിക്കുന്നുണ്ട്, 8 to 10 മാർക്ക് വരെ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജങ്ങളുടെ നിർമ്മിതി എടുത്തു നോക്കുകയാണെങ്കിൽ 4 to 8 മാർക്ക്, അതായത് 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും. മിക്ക ചോദ്യ പേപ്പറിലും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 1 or 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്രിസ്മസ് എക്സാമിന് ഇത്രയും കാലം നിങ്ങൾ പഠിച്ച പോർഷനിൽ നിന്നും ആകെ മണി മാത്സിൽ നിന്ന് മാത്രമാണ് കുറഞ്ഞ മാർക്കിന് വരുന്നത്, 8 to 10 വരെ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ, നമുക്ക് ഇനി ഓൾ പാസ് സിസ്റ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും സ്കൂളിലേക്ക് അയക്കുന്ന അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണോ ഈ തോൽവി? ഇതാണോ നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങളോട് ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടോ, നിന്നെ എന്നും ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ലേ, എനിക്ക് എല്ലാ ദിവസവും 10 രൂപ വെച്ചതാ, അങ്ങനെയൊക്കെ പറയലുണ്ടോ? ഇല്ല അല്ലേ. അവരാകെ പറയൽ ഇതാണ്, ഒന്ന് പഠിച്ചൂടടാ, ഒന്ന് പഠിക്ക്, ഒന്ന് മാർക്ക് വാങ്ങ്, അത്രയല്ലേ നിങ്ങളോട് പറയലുള്ളൂ. നിങ്ങൾക്ക് അത് ചെയ്തു കൊടുത്തൂടെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളോട് പറയലുണ്ടോ, എനിക്ക് എന്തായാലും നീ നാളെ എല്ലാ ദിവസവും 10 രൂപ വെച്ചതാ, 20 രൂപ വെച്ചതാ, അങ്ങനെയാണോ പറയല്? നിങ്ങളോട് എന്താ പറയല്, ഞാൻ ഇത്രയും നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ലേ, ഒന്ന് പഠിച്ചു പോവാന്നല്ലേ പറയാറുള്ളൂ, അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നല്ലേ പറയാറുള്ളൂ. അവർക്ക് നമുക്ക് അത് ചെയ്തു കൊടുത്തൂടെ? അതെങ്കിലും നമുക്ക് ചെയ്തു കൊടുത്തൂടെ? അത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചേ പറ്റൂ. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് അടിപൊളിയായി പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തോൽക്കും. നോക്ക്, ഇവിടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോയിൽ നിന്ന് 8 to 10 വരെ മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജ പരപ്പെന്ന് 6 to 10 വരെയാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകളിൽ നിന്ന് 6 to 10 വരെ. സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കിൽ നിന്ന് 6 to 10 വരെ. 10 മാർക്കോളമാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പഠിച്ച് ബുക്കൊക്കെ മടക്കി വെച്ച് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ 6 ചാപ്റ്ററോളം പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് ഞാൻ ഫൈനൽ എക്സാം എഴുതിക്കോളും എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തെറ്റാണടാ, നിങ്ങളുടെ ചിന്ത തെറ്റാണ്. ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫൈനൽ എക്സാമിന് ജയിക്കണമെങ്കിൽ, ഫൈനൽ എക്സാമിന് മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പേടിക്കാനൊന്നുമില്ല, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കഴിയുന്നതേ ഉള്ളൂ. ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഈ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് നോക്കി പഠിച്ചില്ല, ഞാൻ ഒഴിവാക്കി വിട്ടതാണ് എന്ന് പറയുന്നവരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങിയേ പറ്റൂടാ. നമ്മളിതാ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അല്ല, നമ്മൾ 8ാം ക്ലാസ്സിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്ലാസ്സസ് ഒക്കെ കേൾക്കുക. നമ്മൾ ഒരുപാട് ലൈവുകൾ തരാറുണ്ട്, ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. എല്ലാ ക്ലാസ്സസും കേൾക്കുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും കൂട്ടി പഠിക്കുക, അടിപൊളിയാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റല്ലേ, റെഡിയല്ലേ? അടിപൊളിയായിട്ട് ഇനി പഠിക്കൂലേ, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ആൻഡ് നമുക്ക് പുതിയ ലൈവായിട്ട് കാണാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതാണ്, സെറ്റ് ആക്കേണ്ടതാണ്, പവർ ആക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ലൈവായിട്ട് കാണാം. അതുവരേക്കും ബൈ.